Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്നത്തെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഈ കാണുന്ന ഫിഷ് ടാങ്ക് ഞങ്ങൾ ഏകദേശം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഒരു ഫിഷ് ടാങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലിട്ടിരിക്കുന്നത് നമ്മുടെ സിലോപ്പി അതുപോലെ തന്നെ വാളയൊക്കെയാണ്. ഈ സിലോപ്പി തന്നെ രണ്ട് വെറൈറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നൊരു സാധാ നോർമൽ ടൈപ്പ് ബ്ലാക്ക് കളർ വരുന്നതും ഒന്ന് പിങ്ക് കളർ വരുന്ന സിലോപ്പിയാണ്. അതുപോലെ തന്നെ വാളയിൽ വൈറ്റ് കളർ വാളയും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ വാളയുമാണ് ഇതിലിട്ടിരിക്കുന്നത്. ഈ ഒരു പോണ്ടിൽ നമ്മുടെ വാളകളൊന്നും ബ്രീഡാകുന്നില്ല കേട്ടോ. പക്ഷേ സിലോപ്പി നന്നായിട്ട് ബ്രീഡാകുന്നുണ്ട്. കുറേ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഈ കാണുന്ന എൻ്റെ മമ്മിയാട്ടോ. മമ്മി അങ്ങനെ എല്ലാ വീഡിയോസിലൊന്നും വരാറില്ല. പുള്ളിക്കാരി എപ്പോഴും തിരക്കിലൊക്കെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ആട്, കോഴി, താറാവ്, പട്ടി ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നോക്കിയിരുന്നത്തേക്ക് ഒരു സമയം കഴിയും. ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഈ മീനിനെ പിടിക്കാറ്. ഈ മോഡൽ വല ഉപയോഗിച്ചിട്ട് നമ്മൾ കോരിയാണ് എടുക്കുന്നത്. ആദ്യം ഈ ഫിഷ് ടാങ്കിന് ഏകദേശം ഒരു 10 അടി താഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് ഒരാളിൽ ഹൈറ്റിലാക്കി നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ഫിഷ് ടാങ്കിനോട് ചേർന്നായിട്ട് നമ്മുടെ പപ്പയും അമ്മയും ഒരു ഇരുമ്പമ്പുളി നട്ടിട്ടുണ്ടായിട്ടോ. അപ്പം കിക്കിമോൾ എപ്പോൾ വന്നാലും അവൾക്ക് ഈ ഒരു ഇരുമ്പമ്പുളി അവൾ പറിക്കാറുണ്ട്. അവൾ തന്നെ വന്ന് പറിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പുളി. ഈ മീൻ പിടിക്കുന്ന ആളെൻ്റെ പപ്പയാണ് കേട്ടോ. പപ്പ ആദ്യം കരയ്ക്കുന്ന മീനൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അങ്ങനെ കിട്ടുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പപ്പ വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു. നല്ലൊരു തണുപ്പാണ് കേട്ടോ ഈ ഒരു പോണ്ടിലെ വെള്ളത്തിന്. ഈ മീനുകളെയൊക്കെ ഞങ്ങൾ വാങ്ങിയത് നമ്മുടെ കീഴിലത്തിൽ നിന്നാണ് കേട്ടോ. ഇതിലിപ്പം ഏറ്റവും വലിയ മീനായി കിടക്കുന്നത് നമ്മുടെ വൈറ്റ് വാളയാണ് കേട്ടോ. അത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇട്ട ഒരു മീനായിരുന്നു. പക്ഷേ അതിന് നമുക്ക് പിടിക്കാൻ കിട്ടാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളിടയ്ക്ക് ഈ ഒരു പോണ്ട് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മീനിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലും കറി ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ മീനുകൾക്ക് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്നത് ഫിഷ് ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മളത് വാങ്ങിയിട്ടാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ ചേമ്പില, പപ്പായേൻ്റെ ഇല ഇതെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. ഈ മീനെ പിടിക്കുന്നതിൽ കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ നേരം വല ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ മാത്രമേ നമുക്ക് മീനെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതാ നീണ്ട പരിശ്രമത്തിന് ശേഷം നമുക്കൊരു വാള തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് വാളയാണ് കിട്ടിയത്. ഈ കിട്ടിയ വാള അത്ര വലിയ സൈസല്ല കേട്ടോ. നമ്മുടെ കുളത്തിൽ മീഡിയം സൈസാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കുളത്തിൽ ഏറ്റവും വലിയത് വൈറ്റ് വാളകൾ തന്നെയാണ്. ഈ മീനുകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇതുങ്ങൾ ഒരു ശബ്ദം ഉണ്ടാക്കാറുണ്ട്. അത് മീനുകൾ കരയുന്നതാണ് കേട്ടോ. ആ മീനെ പിടിച്ച് നിൽക്കുന്നത് എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ മോനാണ് കേട്ടോ. അവൻ്റെ പേര് ബേസിൽ എന്നാണ്. അവൻ എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് കൂടെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പം മീനെ കിട്ടിയതിൽ ഏറ്റവും സന്തോഷം കിക്കിമോക്കും ചേട്ടായിക്കുമാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്കിന്ന് കിട്ടിയ ഐറ്റം. ശരിക്കും കാണാൻ ഭംഗി വൈറ്റ് വാളയാണ് കേട്ടോ. ഈ ഒരു മീനിൻ്റെ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. കിക്കിമോക്കും ഭയങ്കര ഇഷ്ടമാണ്. മീനെയൊക്കെ പിടിക്കുന്നുണ്ടപ്പോൾ രണ്ടാൾക്കാർ ഇതാ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. ഇത് നമ്മുടെ റോക്കിയും ഡയാനയാണ് കേട്ടോ. റോക്കിയും ഡയാനയും നല്ല കമ്പനിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്സാണ് അവർ തമ്മിൽ. അതുപോലെ തന്നെ നമ്മൾ പിടിച്ച് മീനിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ പപ്പ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നാടൻ ഫിഷ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.